മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 10 ശനിയാഴ്ച അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ അദ്ദേഹം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ശാരീരികമായ അവശതകൾ അനുഭവിച്ചിരുന്നതായാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജനുവരി 10 വീട്ടിൽ വെച്ച് 2 തവണ അദ്ദേഹം ബോധരഹിതനായി വീഴുകയായിരുന്നു. ഇതോടെ കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ജനുവരി 10 പുലർച്ചെ ശുചിമുറിയിൽ പോയ സമയത്താണ് ജഗ്ദീപ് ധൻഖർ ആദ്യമായി ബോധരഹിതനായി വീണത്. പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയെങ്കിലും പിന്നീട് ഒരിക്കൽ കൂടി സമാനമായ അവസ്ഥ ഉണ്ടായതോടെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് നേരത്തെയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ ബോധക്ഷയം ഗൗരവകരമായി കണ്ട് വിശദമായ പരിശോധനകൾക്കാണ് ഡോക്ടർമാർ തയ്യാറെടുക്കുന്നത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട്. ജഗ്ദീപ് ധൻഖറിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേക മെഡിക്കൽ ഐസൊലേഷനിലാണ്. രക്തസമ്മർദ്ദത്തിലുണ്ടായ വ്യതിയാനമാണോ അതോ മറ്റ് ആന്തരിക പ്രശ്നങ്ങളാണോ ബോധക്ഷയത്തിന് കാരണമായതെന്ന് കണ്ടെത്താൻ MRI സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞു. പരിശോധനാ ഫലങ്ങൾ വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും വിശ്രമം അനിവാര്യമാണെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. 2025 ജൂലൈ 21 ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത്. അപ്രതീക്ഷിതമായ ആ രാജി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും അന്ന് വഴിവെച്ചിരുന്നു. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപുള്ള ആ പിന്മാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. രാജിക്ക് പിന്നിൽ രാഷ്ട്രീയമായ ഭിന്നതകളാണെന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപമുയർന്നുവെങ്കിലും താൻ വ്യക്തിപരമായ കാരണങ്ങളാലും ആരോഗ്യപരമായ അവശതകളാലുമാണ് സ്ഥാനം ഒഴിയുന്നതെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ആ പ്രസ്താവന ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന സമയത്ത് തന്നെ കഠിനമായ ജോലിഭാരവും ശാരീരിക അസ്വസ്ഥതകളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പ്രായത്തിൻ്റെതായ അവശതകൾക്ക് പുറമെ സ്ട്രെസ് സംബന്ധമായ പ്രശ്നങ്ങളും അദ്ദേഹം നേരിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. രാജിവെച്ചതിനു ശേഷം പൊതുരംഗത്ത് നിന്നും മാറി വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം. എന്നാൽ ആരോഗ്യനിലയിൽ പ്രതീക്ഷിച്ച പുരോഗതി ഉണ്ടാകാത്തത് കുടുംബാംഗങ്ങളെയും അനുനായികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്തയറിഞ്ഞ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടു. വരും ദിവസങ്ങളിൽ ജഗ്ദീപ് ധൻഖറിന് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടി വരും. ഹൃദയ സംബന്ധമായ പരിശോധനകളും നാഡീവ്യൂഹ സംബന്ധമായ ടെസ്റ്റുകളും പൂർത്തിയാക്കി വരികയാണ്. ബോധക്ഷയം ആവർത്തിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നു. ആശുപത്രിയിൽ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണമായ വിശ്രമം ആവശ്യമായതിനാലാണ് ഈ നടപടിയെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. അദ്ദേഹത്തിന് വേഗത്തിലുള്ള സുഖം പ്രാപിക്കാനായി പ്രാർത്ഥനകളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തുന്നത്. രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച നേതാവായിരുന്നു ജഗ്ദീപ് ധൻഖർ. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ സഭ നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയ കാർക്കശ്യവും നിയമപരിജ്ഞാനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ രാജിക്ക് ശേഷം ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും ഉയർന്നിരുന്നു. ഇപ്പോൾ ആശുപത്രിയിലായതോടെ ആ ആശങ്കകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂർ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നിർണായകമാണെന്നാണ് സൂചന. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അദ്ദേഹം വഹിച്ച പങ്കും അദ്ദേഹത്തിന്റെ നിയമവൈദഗ്ധ്യവും എക്കാലവും സ്മരിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച ഔദ്യോഗിക മെഡിക്കൽ ബുള്ളറ്റിൻ വൈകുന്നേരത്തോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.